ഹലോ അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഇവിടെ ഞങ്ങൾക്ക് എല്ലാവർക്കും സുഖം തന്നെയാണ് കേട്ടോ, അൽഹംദുലില്ലാ. അപ്പോൾ ഒന്ന് സ്കൂളിലെ ദിവസത്തെ ഒരു ചെറിയൊരു വ്ളോഗായിട്ടാണ് കേട്ടോ, രാവിലത്തെ കുട്ടികൾ സ്കൂളിൽ പോകുന്നത് വരെയുള്ളൊരു വ്ളോഗായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതാ അടുപ്പ് കത്തിച്ചിട്ടുണ്ട്. അതിൽ കുട്ടികൾക്ക് കുളിക്കാനുള്ള വെള്ളമൊക്കെ കത്തിക്കാൻ വേണ്ടിയിട്ട് അടുപ്പ് കത്തിച്ചിട്ടുണ്ട്. പുറത്ത് നല്ല ഇരുട്ടാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചുള്ള നെയ്ച്ചോറ് മതിയെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ തലേദിവസം ബീഫ് കറി ഉണ്ടായിരുന്നു. അപ്പോൾ നെയ്ച്ചോറ് ഉണ്ടാക്കാനുള്ളതൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ച് ക്യാരറ്റും സബോളയും ഒക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ചപ്പാത്തി ചൂട്ടിലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. എന്നാൽ രാവിലത്തെ ചായക്ക് അപ്പോൾ ബീഫ് ഉള്ളിക്ക് അപ്പോൾ ചപ്പാത്തി കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ച് അപ്പോൾ നെയ്ച്ചോറിലേക്കുള്ള വെള്ളമാണ് അടുപ്പത്ത് വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ചെമ്പ് അടുപ്പത്ത് വെച്ച് ചൂടായി വരുന്നപ്പോൾ അതിലേക്ക് നെയ്യ് ഒഴിക്കുകയാണ് ചെയ്യണത് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ വീട്ടിൽ തന്നെ അന്ന് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല, ആ നെയ്യാണ് കേട്ടോ. അപ്പോൾ എടുത്തിട്ട് ഒരു കുപ്പി ഇത്രയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ നെയ്യാണ് ഉപയോഗിക്കണത് കേട്ടോ. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കും ചെയ്യും കേട്ടോ അതിൽക്കൂടെ. അങ്ങനെയാണ് ഇവിടെ നെയ്ച്ചോറ് ഉണ്ടാക്കൽ കേട്ടോ. നെയ്യ് കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ആ സ്പൂണുമുള്ള നെയ്യ് ആ വെള്ളത്തിൽ ചൂടുവെള്ളത്തിലേക്ക് ഇങ്ങനെ ആക്കണ്ട. അപ്പോൾ എന്തായാലും നെയ്ച്ചോറിലേക്ക് ഒഴിക്കണ വെള്ളമല്ലേ അത്. അപ്പോൾ അതിൽ നെയ്യ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അതിലത്തെ സ്പൂണുമ്പോഴത്തെ നെയ്യ് പോകും ചെയ്യുമല്ലോ. അപ്പോൾ അങ്ങനെ ചെയ്തു കേട്ടോ. അപ്പോൾ നെയ്യൊന്ന് ചൂടായി വന്നപ്പോൾ എനിക്ക് പട്ടയും ഗ്രാമ്പു ഏലക്കായൊക്കെ ഇട്ട് കൊടുത്ത്, പിന്നെ സബോളൊക്കെ ഇട്ട് കൊടുത്ത്, സബോള ഒന്ന് വാടി വന്നപ്പോൾ ക്യാരറ്റൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണ്ട. അപ്പോൾ എല്ലാവർക്കും നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കാറുണ്ട് തന്നെയല്ലേ. അപ്പോൾ അധികം പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ അല്ലേ. നെയ്ച്ചോറ് ഇവിടെ ഉണ്ടാക്കുമ്പോൾ മക്കൾക്ക് നെയ്യിലിട്ടിട്ട് അണ്ടിപ്പരിപ്പും മുന്തിരിയും പിന്നെ ഉള്ളിയൊക്കെ ഇട്ട് വാട്ടിയിട്ടിട്ടില്ല, അതൊന്നും ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ അത് ചെയ്യലില്ല. ഇങ്ങനെ സാധാരണ ചോറ് ഉണ്ടാക്കിയിട്ട് ആക്കലാണ് ചെയ്യൽ കേട്ടോ. അതിൻ്റെ മുകളിൽ നമ്മൾ ഇടണ പോലെ ഇങ്ങനെ ഇടില്ല, അതൊന്നും ഇവിടെ ചെയ്യലില്ല കേട്ടോ. അതൊക്കെ പറക്കി കളയുക ചെയ്യുക. അപ്പോൾ വെറുതെ എന്തിനാ അത് ഇട്ടിട്ടൊന്നും അത് കളയണമെന്ന് വിചാരിച്ചിട്ട് അതൊന്നും ചെയ്യലില്ല കേട്ടോ. പിന്നെ അതൊക്കെ ഒന്ന് ചൂടായി വന്നപ്പോൾ അതിലേക്ക് നമ്മൾ കഴുകിയിട്ട് വാരി വെച്ചിട്ടുണ്ടായിരുന്ന അരി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് വറുത്തെടുക്കും. നന്നായി അരിയൊക്കെ ഒന്ന് വറന്ന് വന്നതിന് ശേഷം നമ്മൾ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്ന വെള്ളം നല്ല ചൂടോട് കൂടിയിട്ട് തന്നെ അതിൽ ഒഴിച്ചു കൊടുത്ത് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ട് മൂടി വെച്ചിട്ട് അത് വറ്റിച്ചെടുക്കുകയാണ് ചെയ്യണത്. ഇനി അതിലേക്ക് 2 പട്ടടല പൊട്ടിക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് പോവുകയാണ് കേട്ടോ. പുറത്ത് ലൈറ്റൊക്കെ ഇട്ടിട്ട് പട്ടടല പൊട്ടിക്കാൻ പോവുകയാണ്. പേടിക്കാനൊന്നുമില്ല. ഇവിടെ അപ്പുറത്തൊക്കെ വീട്ടിലൊക്കെ ഇട്ടിട്ടുണ്ടാവും. പിന്നെ മോനുണ്ട്. അപ്പോൾ വാതിൽ തുറന്നിട്ട് പട്ടടല പൊട്ടിക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പുറത്ത് വലിയ ഒരു മരമുണ്ട്, അതിൽ പൊട്ടിക്കാനിപ്പോൾ പോകാൻ വയ്യപ്പോൾ അടുത്ത് തന്നെ ഇവിടെ ചെറുതുണ്ടല്ലോ. അപ്പോൾ അതിൽ പൊട്ടിക്കാൻ വിചാരിച്ചിട്ട് അതിൻ്റെ അടിയിൽ നിന്ന് 2 ഇല പൊട്ടിച്ചിട്ട് ഇടാൻ പോവുകയാണ് കേട്ടോ. അതൊന്ന് നന്നായി കഴുകിയിട്ട് നമ്മൾ ചോറിൻ്റെ കൂടെ ഇടണമെങ്കിൽ നല്ലൊരു മണം വരും. പട്ടട ആ മണം ഈ ചോറിലേക്ക് ഉണ്ടാവും കേട്ടോ. അപ്പോൾ അത് ഇട്ട് കൊടുത്തിട്ട് വീണ്ടും ഒന്ന് മൂടി വെച്ചിട്ട് ഒന്ന് വറ്റിച്ചെടുക്കേണ്ട ചെയ്യുന്നത്. അപ്പോൾ അതിന് ടിഫിൻ ബോക്സൊക്കെ കഴുകിയിട്ട് ഉണക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മറ്റേ അടുപ്പത്ത് ഇറച്ചിക്കറി ശരിയാക്കാൻ വേണ്ടിയിട്ട് ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ തലേ ദിവസം മസാലയൊക്കെ ഇട്ടിട്ടൊന്ന് അടിച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചിരിക്കുകയാണ്. അപ്പോൾ ചട്ടി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ചെറിയ ഉള്ളി ഇട്ടിട്ട് മൂപ്പിച്ചിട്ട് കറി അതിൽ ഒന്ന് വറ്റിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഉള്ളി നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴേക്ക് കുറച്ച് കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുത്തിട്ട് കറിയിൽ ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. പിന്നെ അപ്പോൾ കറി അവിടെ കിടന്നിട്ട് തിളച്ച് പറ്റുമ്പോഴത്തേനും നമ്മുടെ നെയ്ച്ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. തുറന്ന് നോക്കുമ്പോൾ വെള്ളമൊക്കെ വറ്റിയിട്ട് നന്നായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഒന്ന് മൂടി വെച്ചിട്ടോ. അപ്പോഴത്തേന് ചോറൊക്കെ ശരിയായി ഉണ്ടായിരുന്നു. ചിക്കൻ കുറച്ച് പൊരിക്കാണ്ടായിരുന്നു കേട്ടോ. അത് പൊരിച്ചിട്ടുണ്ടായിരുന്നു, കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇനി ടിഫിൻ ബോക്സിൽ ചോറൊക്കെ ആക്കി വെക്കാൻ പോവുകയാണ് കേട്ടോ. അങ്ങനെ 3 ആൾക്കാരുടെ പാത്രങ്ങളിൽ ഓരോരുത്തർക്കുള്ളത് ഓരോരുത്തർക്ക് ആവശ്യമുള്ളതിനനുസരിച്ചിട്ട് ഇട്ട് കൊടുത്തിട്ട് ഒക്കെ എടുത്ത് വയ്ക്കുകയാണ് കേട്ടോ. അപ്പോൾ മൂത്താൾക്ക് ആദ്യം ആക്കും, പിന്നെ രണ്ടാമത്തെ ആൾക്ക്, പിന്നെ ചെറിയ ആൾക്ക്, അങ്ങനെയാണ് കേട്ടോ ആക്കണത്. മൂത്താൾക്ക് എക്സാമാണ് നടന്നുകൊണ്ടിരിക്കുകയാണ്, മോഡൽ എക്സാം നടന്നുകൊണ്ടിരിക്കണം. കാരണം അധികമൊന്നും വേണ്ട, കുത്തി നിറക്കണ്ടെന്ന് പറഞ്ഞാൽ അങ്ങനെ ഇട്ട് കൊടുത്ത്. രണ്ടാമത്തെ ആൾക്ക് നിറച്ച് വേണം തന്നെ, കാരണം സ്പെഷ്യലുള്ള ദിവസങ്ങളിൽ മറ്റു കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് കുറേ വേണം തന്നെ. ചെറിയ ആൾക്ക് പിന്നെ അധികം വെക്കണ്ട, അവിടെ പിന്നെ ഷെയറിങ് ഒന്നുമില്ല. ചെറിയ കുട്ടികൾ UKGയിലെ കുട്ടികളില്ല, അപ്പോൾ ഷെയറിങ് ഒന്നുമില്ല. അപ്പോൾ കുറച്ച് തന്നെ വെച്ച് കൊടുക്കണം കേട്ടോ. ബാക്കിയൊക്കെ അങ്ങനെ ആക്കി ഉപ്പാക്കി ആക്കി വെച്ച് മൂടി വെച്ചിട്ട് മാറ്റി വയ്ക്കാൻ പോവാണ് കേട്ടോ. ഇനി അടുത്തത് 3 ആൾക്കും കറികൾ ആക്കാൻ പോവാണ് കേട്ടോ, ഓരോ പാത്രങ്ങളിൽ. ഇതാണ് ഏറ്റവും വലിയ പണി. നമ്മൾ സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് ഇതങ്ങനെ ഓരോ പാത്രത്തിലേക്ക് ആക്കി വെച്ച് കൊടുക്കുന്നതാണ് പണി. ഇതുപോലെ ഇനി ഓരോരുത്തർക്ക് ആക്കി വെച്ച് കൊടുക്കണം കേട്ടോ. മൂത്താൾക്ക് പിന്നെ കറിയിൽ കഷ്ണങ്ങൾ ഉണ്ടായാലും കുഴപ്പമില്ല. മറ്റവർ 2 ആൾക്കും കഷ്ണങ്ങൾ പാടില്ല, ചാറ് മാത്രമേ പാടുള്ളൂ കേട്ടോ. കഷ്ണങ്ങളൊന്നും പാടില്ല. എന്നാലും ഞാൻ 2 കഷ്ണം വെച്ച് കൊടുത്താലും അത് ടിഫിൻ ബോക്സിൽ വൈകുന്നേരം വരുമ്പോൾ കാണാം ആ 2 കഷ്ണങ്ങളും അതിലിട്ടിട്ട് വരുന്നത് കേട്ടോ. അപ്പോൾ ചാറിങ്ങനെ തെക്കി എടുത്തിട്ട് ഒഴിച്ച് കൊടുക്കണം കേട്ടോ. ഇനി ഇതൊക്കെ മൂടിയിട്ടിട്ട് ഒന്ന് കഴുകി തുടച്ചിട്ട് ഒന്ന് വെക്കുകയാണ് കേട്ടോ.
ഇനി ചോറിൻ്റെ മുകളിൽ ചിക്കനൊക്കെ ഓരോരുത്തർക്ക് വെച്ച് കൊടുക്കണം. ചെറിയവർക്ക് തന്നെ പിച്ച് വെച്ച് കൊടുക്കണം കേട്ടോ. അത് കഴിക്കാൻ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞിട്ട് ബാക്കിയുള്ളവർക്ക് ഇതുപോലെ ചിക്കനൊക്കെ മുകളിൽ വെച്ചിട്ട് ടിഫിൻ ബോക്സ് അപ്പത്തിനൊക്കെ റെഡി ആയിട്ട് ഇതൊക്കെ അടച്ച് വെച്ചിട്ട് ടേബിൾ മുകളിൽ കൊണ്ടുവയ്ക്കാനാണ് കേട്ടോ ചെയ്യണത്. അവിടുന്ന് പിന്നെ ടവലൊക്കെ എടുത്ത് കെട്ടിയിട്ട് വെച്ച് കൊടുത്താൽ മതി. ചിലപ്പോൾ അവർ വയ്ക്കും, അവരെടുത്തിട്ട് കെട്ടുകയൊക്കെ ചെയ്യും. ചിലപ്പോൾ സമയമില്ലെങ്കിൽ ഞാൻ കെട്ടി വെച്ച് കൊടുക്കും കേട്ടോ. ഈ ചെറിയ ആൾക്ക് സ്നാക്സിനുള്ളത് പാത്രം കഴുകിയിട്ട് തുടച്ച് കൂടെ കൊടുന്ന് വെച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് പേരയ്ക്ക് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ച് അതിൽ വെച്ചിട്ട് അതും വെച്ച് കൊടുക്കണം കേട്ടോ. അതൊക്കെ കഴിഞ്ഞപ്പോൾ തിണ്ണകളൊക്കെ ഒന്ന് പെട്ടെന്നൊന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ട് കേട്ടോ. അപ്പോഴേക്കും ചായ വെച്ചിട്ടുണ്ടായിരുന്നു. ചായപ്പൊടിയൊക്കെ ഇട്ട് ചായ തിളച്ച് തുടങ്ങിയിട്ട് അത് നന്നായി തിളച്ചപ്പോൾ അത് ഓഫ് ചെയ്തു. അപ്പോൾ ഇന്ന് ചപ്പാത്തി നെയ്ച്ചോറ് കഴിക്കാൻ പെട്ടെന്ന് പണി കഴിഞ്ഞിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു മക്കൾ എണീറ്റ് വരുന്നതിൻ്റെ മുന്നേ ഒന്ന് അടിച്ച് വൃത്തിയാക്കിയിട്ട് തുടച്ചിടാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ വേഗം പണി കഴിയാമല്ലോ വിചാരിച്ചിട്ട് അപ്പോൾ അടിയും തുടക്കെ കഴിച്ചു വിട്ടണം കേട്ടോ. അപ്പോൾ അവർ വരുമ്പോഴത്തേനും അത് ഉണങ്ങും. ഒരു അരമണിക്കൂറിൻ്റെ സമയം കൂടി ഉണ്ട്. അപ്പോൾ ഞാൻ വേഗം അടിച്ച് തുടക്കാമെന്ന് വിചാരിച്ചിട്ട് അവിടെയൊക്കെ അടിച്ച് തുടച്ച് വൃത്തിയാക്കിയിട്ടാണ് കേട്ടോ. ഹോളും ഒക്കെ റൂമൊക്കെ തുടച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ അടുക്കള മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതും കൂടെ തുടച്ച് വൃത്തിയാക്കിയിട്ടാണ് കേട്ടോ. അപ്പോൾ തുടക്കലൊക്കെ കഴിഞ്ഞപ്പോൾ ഓരോരുത്തരെ വിളിച്ചുണർത്തിയിട്ടുണ്ട് കേട്ടോ. ഞാൻ അപ്പോഴത്തേന് വേസ്റ്റ് കൊട്ട കൊണ്ടുപോയിട്ട് തട്ടിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഓരോരുത്തരെ വിളിച്ചുണർത്തിയിട്ടുണ്ട് കേട്ടോ. രണ്ടാമത്തെ ആൾ എണീറ്റ് വന്നിട്ടുണ്ട്. ബ്രഷ് ചെയ്യാൻ വേണ്ടി ഞാൻ നിർത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കടലാസൊക്കെ കത്തിക്കാനും എടുക്കും. നമ്മുടെ ഭക്ഷണത്തിൻ്റെ വേസ്റ്റൊക്കെ ഉള്ളത് നമ്മൾ ഓരോ തെങ്ങിൻ്റെ കടക്കൽ അല്ലെങ്കിൽ ഓരോ മരത്തിൻ്റെ കടക്കൽ കൊണ്ടുപോയിടാൻ ചെയ്യാട്ടോ. ഇപ്പോൾ പിന്നെ പ്ലാസ്റ്റിക്കൊക്കെ നമുക്ക് ഹരിതസേനക്കാർ വരണ കാരണം പിന്നെ അങ്ങനത്തെ വേസ്റ്റൊന്നും നമ്മളിൽ ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അതൊക്കെ ഒരു കവറിലാക്കി കെട്ടി വെച്ചാൽ പിന്നെ അതിൻ്റെ പ്രശ്നം ഉണ്ടാവില്ല. ഇനി അതൊക്കെ ഒന്ന് വേസ്റ്റ് കൊട്ടയൊക്കെ കഴുകി വൃത്തിയാക്കിയിട്ട് എടുക്കുകയാണ് കേട്ടോ ചെയ്യണത്. അപ്പോഴേക്കും രണ്ടാമത്തെ ആൾ ബ്രഷ് ചെയ്യണുണ്ട് കേട്ടോ. ഇവൻ്റെ കഴിഞ്ഞിട്ട് വേണമെങ്കിൽ താഴെ വിളിക്കാൻ താഴെ നമ്മൾ ബ്രഷ് ചെയ്ത് കൊടുക്കണം, കുളിപ്പിക്കുക കൊടുക്കുകയൊക്കെ ചെയ്യണം. മറ്റേത് അവൻ ഒറ്റയ്ക്ക് ചെയ്തോളൂ കേട്ടോ രണ്ടാമത്തെ ആൾ. അപ്പോൾ ആ പണിയൊക്കെ കഴിഞ്ഞപ്പോൾ അവർക്ക് ചായ കൊടുക്കാനുള്ളതൊക്കെ നോക്കുകയാണ് കേട്ടോ. അപ്പോൾ രണ്ട് കൂട്ടർക്ക് ഒരുമിച്ച് വാരി കൊടുക്കുകയും ചെയ്യും. ഒറ്റയ്ക്ക് ഇരിക്കുകയൊക്കെ ചെയ്യും. പക്ഷെ അത് കുറേ സമയം എടുക്കുകയും ചെയ്യും. പകുതി അവിടെ ഇട്ട് പോവുകയും ചെയ്യും കേട്ടോ. അപ്പോൾ നമ്മൾ വാരി കൊടുക്കുകയെങ്കിൽ നമുക്കൊരു സമാധാനം ഉണ്ടെന്നെങ്കിലും തിന്നിട്ടാണല്ലോ പോകണമെന്നുള്ളത്. നമ്മൾ എത്ര നേരത്തെ പണി കഴിച്ചാൽ ഇവർ എഴുന്നേറ്റ് വന്ന് സ്കൂളിൽ പോകുന്ന സമയം ഒരു ഹറിബറി തന്നെയാണ് കേട്ടോ. എത്ര നേരത്തെ നമ്മൾ പണി കഴിച്ചു വെച്ചാലും ഇവരെ യൂണിഫോം ഇട്ട് കൊടുക്കാനും ചായ കൊടുക്കാനും ഒക്കത്തിന് ഒരു ഓട്ടം പാച്ചിൽ തന്നെയാണ് കേട്ടോ ഉണ്ടാവുക. ചായ കൂടിയൊക്കെ കഴിഞ്ഞ് യൂണിഫോമൊക്കെ ഇട്ട് എല്ലാവരും പോവാൻ റെഡി ആയിട്ട് നടക്കുകയാണ് കേട്ടോ. അതായത് സോക്സൊക്കെ ഇടാനുണ്ട്. ഇനിയും സോക്സൊക്കെ ഇട്ടിട്ട് ഓരോരുത്തർ പോവാൻ റെഡി ആയിട്ടിരിക്കുകയാണ്. അങ്ങനെ വണ്ടിയിൽ കയറി അവർ പോയി കേട്ടോ. സ്കൂളിലേക്ക് പോവുകയാണ്. മൂത്താൾക്ക് എക്സാം ഉള്ള കാരണം അവനാണ് ഏറ്റവും ലാസ്റ്റ് ഇറങ്ങുക. ബാക്കി രണ്ടാളും പെട്ടെന്ന് ശരിയാവും. മൂത്താളാണ് നേരം വൈകണ ആൾ കേട്ടോ. അപ്പോൾ എല്ലാ പണിയൊക്കെ കഴിഞ്ഞ് അവരിതാ സ്കൂളിലേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആ ഗേറ്റ് അടയ്ക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ കേട്ടോ. രാവിലത്തെ ഒരു തിരക്ക് പിടിച്ചൊരു ദിവസത്തെ ഒരു ചെറിയ കുഞ്ഞു വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നുണ്ട്. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.